السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. വേദിയിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയുടെയും സാരഥികളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിയുടെ വൈജ്ഞാനിക പ്രബോധന സമ്മേളനമായ അൽ ബലാഗിലാണ് നമ്മളുള്ളത്. വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിനും പ്രവർത്തനങ്ങൾക്കുമായി ലഭിച്ചതെങ്കിലും ഈ കുന്നിൻപുറത്തേക്ക് ഇത്രയധികം ആളുകൾ എത്തിച്ചേർന്നത് ക്ഷണവും മറ്റു രൂപത്തിലുള്ള അവരുടെ ഈ പരിപാടിയിൽ എത്തുവാനുള്ള അതീവമായ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ നേരിട്ട് ഈ ജാമിയയുടെ ക്ഷണം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. ഈ സ്ഥാപനം ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ കുന്നിൻപുറത്ത് ഇങ്ങനെയൊരു സ്ഥാപനം ഉയർന്നു വരുമ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ വലിയ പുരോഗതി കൈവരിക്കുമെന്ന സ്വപ്നം പലർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാറ്റിനും തൗഫീക്ക് നൽകുന്നവൻ പടച്ചതമ്പുരാൻ മാത്രമാണ്. അവൻ്റെ സഹായവും അവൻ്റെ തൗഫീക്കും അവൻ്റെ പിന്തുണയും അവൻ്റെ അനുഗ്രഹവുമാണ് ഈ സ്ഥാപനം ഇന്ന് തലയുയർത്തി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ചില അടിമകൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിക്കുവാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു. അങ്ങനെ ഓരോ സന്ദർഭത്തിലായി അല്ലാഹു തൗഫീക്ക് ചെയ്തപ്പോൾ ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നു. ഈ വിജ്ഞാനഗോപുരം ഇന്ന് കേരളക്കരയിൽ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അതിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനമെന്നത് നേരത്തെ ഇവിടെ നടന്ന സംസാരങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കി, മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു പാഥേയമാണ്. അറിവുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ അവൻ്റെ എല്ലാ ഗുണഗണങ്ങളും അഭിവൃദ്ധിപ്പെട്ടു വരികയുള്ളൂ. അവൻ്റെ സ്വഭാവവും മനുഷ്യത്വവും സംസ്കാരവും സാമൂഹ്യബോധവും സർവോപരി പടച്ചതമ്പുരാനുള്ള കടപ്പാടുകളും ഏറ്റവും ഉന്നതമായ നിലക്ക് ഉയർന്നു വരിക അറിവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ അറിവ് സമ്പാദിക്കുവാനുള്ള പ്രവാചക അനുചരന്മാരുടെ ശുഷ്കാന്തി വളരെ പ്രസിദ്ധമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ കാണുമ്പോഴേക്ക് അവർ അടുത്തുകൂടും, ആവശ്യമായ സംശയങ്ങൾ ചോദിക്കും, വിഷയങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ നിരന്തരമായ പ്രയത്നത്തിലൂടെ ആ സഹാബാക്കൾ ഈ ലോകത്തിന് വിജ്ഞാനത്തിൻ്റെ വലിയൊരു ശേഖരം തന്നെ പകർന്നു നൽകി. അതിൽ തന്നെ പല ശാഖകളിലും പല വിജ്ഞാനങ്ങളിലും ഉയർന്ന സംഭാവനകൾ അർപ്പിച്ച ആളുകളുണ്ട്. അതിനുശേഷം കടന്നു വന്നിട്ടുള്ള പണ്ഡിതന്മാരും ആ പാതയാണ് വെട്ടിത്തെളിയിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു സ്ഥാപനം ഈ സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. ഈ സമുദായത്തിൻ്റെ ദുര്യോഗവും അതിൻ്റെ വളരെ
കുത്തഴിഞ്ഞ അവസ്ഥയും നമ്മുടെ പഴയകാല ചരിത്രങ്ങളിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. നാട്ടിൻപുറങ്ങളിൽ നടന്നിരുന്ന വളരെ മോശപ്പെട്ട വിശ്വാസഭ്രംശവും ബിദ്അത്തുകളും നൂലാമാലകളുമായി കെട്ടിപ്പിണഞ്ഞു കിടന്ന ഈ കേരളക്കരയിലെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഇന്ന് തൗഹീദിൻ്റെ ശബ്ദം അതിഗംഭീരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പള്ളി മിമ്പറുകൾ അള്ളാഹുവിൻ്റെ കലാം വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല നല്ല ഖുതുബകൾ കേരളക്കരയിലെ ഇസ്ലാഹി പള്ളികളുടെ മിമ്പറുകളിൽ നിന്ന് ആളുകൾ കേൾക്കുന്നു. ഇതിനെല്ലാം നിമിത്തമായത് അതിന് യോഗ്യരായ പ്രാപ്തരായ പണ്ഡിതന്മാരായ ചെറുപ്പക്കാരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം എന്നും ഒരത്ഭുതമാണ് എന്ന് ഞാൻ സംശയലേശം എന്നെ പറയും. കാരണം ഈ സ്ഥാപനത്തിൻ്റെ അതിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം, വിദ്യാർത്ഥിനികളുടെ എണ്ണം, അധ്യാപകന്മാർ, അധ്യാപകരല്ലാത്ത മറ്റ് ജോലിക്കാർ, ഇത്രയധികം കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസ്, ഈ കാര്യങ്ങളെല്ലാം ഒരു മാസം 30 ദിവസം തികയ്ക്കണമെങ്കിൽ ഭീമമായ ഒരു തുക ചെലവ് വരുന്നുണ്ട് എന്ന് ആരോടും പ്രത്യേകമായി എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ദശകമായി ഈ സ്ഥാപനം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അതിൻ്റെ മുമ്പിലുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇത്ര മൈൽ സ്റ്റോണുകൾ അത് പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും അതിൻ്റെ മുമ്പിൽ കുറേയധികം സഞ്ചാര വഴികൾ ബാക്കി കിടക്കുന്നു. അവിടങ്ങളിലേക്കൊക്കെ ഉയർന്നു പോകാൻ പല വിധത്തിലുള്ള പദ്ധതികളും പരിപാടികളും ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിലുണ്ട്. ഒരു നല്ല ലൈബ്രറി കെട്ടിടം ഇവിടെ വളർന്നു വരാനുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കുകയാണ്. ഇതേപോലെ തന്നെയുള്ള പല പുരോഗമന വികസന പ്രവർത്തനങ്ങളും ഈ സ്ഥാപനത്തിന് ആവശ്യമുണ്ട്. കുറച്ചും കൂടിയൊക്കെ സ്ഥലം കിട്ടിയാൽ ഇനിയും നമുക്ക് പലതും ഇവിടെ കെട്ടി ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ വളർച്ചയുടെയും അഭിമാനത്തിൻ്റെയും ഒക്കെ ഒരു ഉത്തമ ഉദാഹരണമായി മുസ്ലിം സമുദായത്തിന് വെളിച്ചം പരത്താൻ ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം പോലെ തന്നെ വെളിച്ചത്തിലേക്കും പ്രകാശത്തിലേക്കും നന്മയിലേക്കും മനുഷ്യ സമൂഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ഈ സ്ഥാപനത്തിന് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ പഠനത്തിൻ്റെ കാര്യത്തിലും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും മതപ്രബോധന രംഗങ്ങളിലുമെല്ലാം അവരുടേതായ പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം ഒന്നുകൂടി അതിൽ ജാഗ്രതയും ശുഷ്കാന്തിയും കാണിക്കണമെന്ന് എൻ്റെ അനുചരന്മാരായ വിദ്യാർത്ഥികളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ജാമിയയിൽ നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളിൽ പല പ്രതീക്ഷകളും സമൂഹത്തിനുണ്ട്. നിങ്ങളെ മാതൃകകളാക്കാൻ ഒരുപക്ഷേ പല അറബി കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചു കഴിഞ്ഞ പല ആളുകളും ഒരുപക്ഷെ ഇവിടെ പരിസരങ്ങളിൽ കാണും. ഇന്ന് ആ അറബി കോളേജുകളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. പക്ഷേ ഒരു സാഹചര്യം കൊണ്ട്, പല കാരണങ്ങളാൽ, പലരുടെയും ഇടപെടൽ മൂലം നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരമുള്ള ഒരു മതപണ്ഡിതനെ, മതപ്രബോധകനെ, ഒരു പ്രഭാഷകനെ പുറത്തിറക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പല സന്ദർഭങ്ങളിലായി ഈ ദീനി ഇസ്ലാഹി പ്രബോധനത്തിൻ്റെ രംഗത്ത് ഏറ്റവും ശക്തമായി തിളങ്ങിയിരുന്ന പ്രബോധന താരങ്ങൾ എന്ന് പറയാവുന്ന പല സ്ഥാപനത്തിൻ്റെയും ടൈറ്റിലുകളിൽ അറിയപ്പെടുന്ന ആളുകൾ, അവരൊക്കെ പഴയ ആളുകളാണ്. കുറേയൊക്കെ പ്രായമായി ആ പഴയ പ്രസരിപ്പോടുകൂടി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ചിലരെല്ലാം പലരും മരണപ്പെട്ടു പോയി. എന്നാൽ ആ ഹൈറു സലഫിന് ഒരു ഹൈറു ഹലഫ് പിന്നീട് വരുന്ന ആളുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ അങ്ങനെയുള്ള പ്രത്യേകമായ സ്ഥാനപ്പേരുകളിൽ ഒരാളെയും പറഞ്ഞു കേൾക്കുന്നില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ എന്ന നിലക്ക് നമുക്ക് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാവുന്ന പ്രതിഭകൾ അവിടുന്ന് ഇറങ്ങുന്നില്ല. അതിന് വ്യത്യസ്തമായി നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് വലിയ ദൗത്യമാണ് നിർവഹിക്കുവാനുള്ളത്. സംവാദങ്ങളിലും മുഖാമുഖങ്ങളിലും പ്രഭാഷണങ്ങളിലും
അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള ദഅവാ പ്രവർത്തനങ്ങളിലും രചനകളിലും ഗ്രന്ഥരചനകളിലും എല്ലാം തിളങ്ങി നിൽക്കാൻ ഈ കുട്ടികൾക്ക് സാധിക്കുന്നു എന്നത് സന്തോഷകരമാണ്. അതൊരു സഹോദരന്മാരെ, ഈ സ്ഥാപനത്തിന് പല ആവശ്യങ്ങളും ഇനിയുമുണ്ട്. എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിന് ആവശ്യമുണ്ട്. അത് പ്രത്യേകം ആരോടും പറയേണ്ട കാര്യമില്ല. ഇന്ന് ചില പദ്ധതികൾ ഈ സ്ഥാപനത്തിൻ്റെ അത്യാവശ്യമായി ഇത് നിലനിൽക്കാൻ ആവശ്യമായ ചില പദ്ധതികൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഫൈസൽ മൗലവി ഇവിടെ പ്രഖ്യാപിക്കും. നിങ്ങളെ ശ്രദ്ധയോടെ അത് കേൾക്കുകയും കഴിവിൻ്റെ പരമാവധി നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളും ആ സംരംഭവുമായി സഹകരിക്കണം എന്നും പ്രത്യേകം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അഭിവൃദ്ധിയിലേക്കും കൂടുതൽ ഉന്നതിയിലേക്കും ഈ സ്ഥാപനത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.